ബൈബിളിൽ 7 ഒരു ദൈവിക നമ്പറാണെങ്കിൽ 6 ഒരു പൈശാചിക നമ്പറാണ്. 6 ഒരു ഈവിൾ നമ്പറാണ്, ദൈവികമല്ലാത്ത നമ്പറാണ്. ഉദാഹരണത്തിന് ഗോലിയാത്തിനെ കുറിച്ചുള്ള വിവരണങ്ങളിൽ നിങ്ങൾക്ക് ഈ 6 കാണാൻ കഴിയും. നെബൂഖദ്നേസർ ഉണ്ടാക്കിയ പ്രതിമയുടെ വലിപ്പത്തിൽ 6 കാണാൻ കഴിയും. അതുപോലെ തന്നെ സോളമൻ സമാഹരിച്ച സ്വർണത്തിൻ്റെ അളവ് പറയുമ്പോൾ അത് ദൈവത്തിനെതിരായിട്ടാണെന്ന് ബൈബിൾ വായിക്കുന്നവർക്കറിയാം. അപ്പോൾ അത് 666 666 താലന്ത് സ്വർണമാണ്. അതുപോലെ വെളിപാട് പുസ്തകത്തിലെ എതിർ ക്രിസ്തുവിൻ്റെ നമ്പർ 666 666 ബൈബിളിൽ മിക്കവാറും ഒക്കെ തന്നെ ഈ 6 ദൈവത്തിനെതിരെ നിൽക്കുന്ന ഒരു നമ്പറായിട്ടാണ് കാണുന്നത്. എതിർ ക്രിസ്തുവിൻ്റെ നമ്പറാണ്. അപ്പോൾ നമ്മൾ അവിടെ കാണുന്ന വളരെ കൗതുകകരമായ ഒരു നിരീക്ഷണം, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് 6ാമത്തെ ദിവസമാണ്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് 7ാമത്തെ ദിവസമല്ല, 6ാമത്തെ ദിവസമാണ്. 6ാമത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവനോട് ആവശ്യപ്പെടുന്നത് അവൻ 7ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കണം എന്നാണ്. അതായത് 7 ദൈവികമായ നമ്പറാണ്. 6 മനുഷ്യൻ തന്നിൽ തന്നെ ആശ്രയിച്ച് നിൽക്കുമ്പോൾ അവൻ്റെ തന്നിൽ തന്നെയുള്ള ആശ്രയത്വത്തിൻ്റെ അല്ലെങ്കിൽ അവനിലെ എതിർ ക്രിസ്തുവിൻ്റെ പൈശാചികതയുടെ നമ്പറാണ് 6. ദൈവത്തെ കൂടാതെ നിൽക്കുന്ന, അതായത് 7ലേക്ക് വരാതെ നിൽക്കുന്ന 6, ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന മനുഷ്യൻ. ബൈബിൾ നമ്മളോട് പറയുകയാണ്, മനുഷ്യൻ അവനിൽ തന്നെ നിന്നാൽ, 6ൽ തന്നെ നിന്നാൽ, അവൻ സൃഷ്ടിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ നിന്നാൽ അവൻ എതിർ ക്രിസ്തുവായി മാറും. എന്നാൽ അവനെ ദൈവം വിളിച്ചത് 6ൽ നിൽക്കാനല്ല, 7ലേക്ക് വരാനാണ്. 7 എന്താണ്? 7 ദൈവ ആരാധനയുടെ, ദൈവബന്ധത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ, ദൈവത്തെ അപ്പനായിട്ട് കാണുന്നതിൻ്റെ, ദൈവമക്കളാണെന്ന് അംഗീകരിക്കുന്നതിൻ്റെ നമ്പറാണ് 7. അപ്പോൾ 7 ഇല്ലാത്ത 6 എതിർ ക്രിസ്തുവാണ്. 7ലേക്ക് എത്താത്ത 6 ദൈവത്തിനെതിരാണ്. മാത്രമല്ല 6ൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, 6ാം ദിവസം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് 7ാം ദിവസത്തിന് വേണ്ടിയാണ്, ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാനാണ്. ഞാനിങ്ങനെ ഈ നമ്പറുകളെക്കുറിച്ചുള്ള ഈ കാര്യങ്ങൾ, ആ വെളിപാടുകൾ പറയുന്നത് നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മളിൽ തന്നെ സന്തോഷം കണ്ടെത്തി ജീവിക്കാനല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ കണ്ടെത്തുന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം നമ്മൾ തിരിച്ചറിയുന്നതും നമുക്ക് വെളിയിലേക്ക്, ദൈവത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ്. നമ്മളിലേക്ക് തന്നെ നോക്കിയിരുന്നാൽ നമുക്കൊരിക്കലും ആത്യന്തികമായ ആനന്ദം കൈവരിക്കാൻ കഴിയില്ല. മറിച്ച് നമുക്ക് വെളിയിലേക്ക് നോക്കണം. ഇത് ഒത്തിരി വ്യാപകമായ വ്യാഖ്യാനങ്ങൾ തരാൻ പറ്റും. നമുക്ക് വെളിയിലാണ് എല്ലാ കാര്യത്തിൻ്റെ അർത്ഥം, നമുക്കുള്ളിലല്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ, അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമുക്ക് സന്തോഷം തരുന്ന, നമുക്ക് നമ്മുടെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യുന്ന, നമ്മുടെ ഇഷ്ടങ്ങളെ പ്ലീസ് ചെയ്യുന്ന കാര്യങ്ങളുമായി ജീവിക്കുമ്പോൾ അത് എതിർ ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. അവിടെയാണ് ഒരാളുടെ അഹം. ഒരാൾ അയാൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു, അയാളുടെ സന്തോഷങ്ങൾ മാത്രം കണ്ടെത്തുന്നു. എന്നാൽ അതിനപ്പുറത്ത് ഒരാൾ ദൈവത്തിലേക്ക് നോക്കുമ്പോൾ, ദൈവത്തിലേക്കും ദൈവത്തിൻ്റെ മക്കളിലേക്കും അയാളുടെ ശ്രദ്ധ തിരിയുമ്പോൾ, ദൈവത്തിലേക്ക് അയാളുടെ നോട്ടം ഉയരുമ്പോൾ, അയാൾ ആ മനുഷ്യൻ എതിർ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ 7 എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടോ അതിൻ്റെ നമ്പറാണ്.